അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്നാക്കാണ്, അതായത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്. ഇതിൻ്റെ പേര് ഞാൻ പറയുന്നത് ലക്കോട്ടപ്പം എന്ന് പറയും. ഓരോ ആളും ഓരോ പേര് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ചെമ്മീൻ ഉപ്പും മുളകും തേച്ച് എണ്ണയിലൊന്ന് പൊരിക്കണം. അധികം ഡ്രൈ ആയി പോകരുത്. ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് വെന്ത് മൊരിഞ്ഞ് കിട്ടണം. ഞാൻ 2 ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില. ചെമ്മീൻ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ച് ഉള്ളിയും മറ്റു മസാലകളും ചേർത്ത് വാട്ടിയെടുക്കണം. ഫില്ലിങ് ഉണ്ടാക്കുകയാണ് അകത്ത് വെക്കുന്നത്. ഉള്ളി ചേർത്ത് നന്നായിട്ട് വാട്ടണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഉള്ളി ചേർക്കുക. പിന്നെ പച്ചമുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇങ്ങനെ ഓരോന്നോരോന്നായി വഴുക്കി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. പച്ചമുളക് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി വഴറ്റണം. നന്നായി വാടിക്കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീൻ, മല്ലിച്ചപ്പ് ചേർത്തിട്ടില്ല, മല്ലിച്ചപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീൻ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കണം. കുറച്ച് വലിയ ചെമ്മീനായതുകൊണ്ട് ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണം. ചെമ്മീൻ ചേർത്തു. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് സമയം വെക്കുക. എന്നാൽ കൊഞ്ചനും ഉള്ളി മസാലയും എല്ലാം കൂടി ഒന്നായിട്ട് ചേർന്ന് നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങായി. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദോശ, അതായത് മുട്ടയും മൈദയും കൂടി കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ദോശ ഉണ്ടാക്കണം. പാൻ കേക്ക്. മുട്ടയും മൈദയും കൂടി കലക്കിയിട്ട്, ഒരു മുട്ടയും കുറച്ച് മൈദയും കൂടി ചേർത്ത് കലക്കി പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് ഒരു ചെറുതും വലുതുമായിട്ട് എടുക്കണം. അതായത് ഒന്ന് ചെറുതാണെങ്കിൽ ഒന്ന് വലുത്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ 2 ദോശയാണ് ഈ ഒരു സ്നാക്കിന് വേണ്ടത്. ഒരു സ്നാക്കിന് 2 ദോശ വേണം, ഒരു ചെറുതും ഒരു വലുതും. അപ്പോൾ നമുക്കിത് പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ ശേഷം ഇത് പാക്ക് ചെയ്യണം. അതായത് ചെമ്മീൻ മസാല ഇതിൽ വെച്ച് പാക്ക് ചെയ്യണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് മടക്കുക. ആദ്യം ഒന്ന് ഉണ്ടാക്കുക, ഒരു ചെറുതാദ്യം ഉണ്ടാക്കുക, പിന്നെ ഒരു വലുതുണ്ടാക്കണം. ഇതിൻ്റെ മുകളിൽ ചെറുതെടുത്ത് വെക്കണം. ആ ചെറിയ പാക്കറ്റ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടെ മസാല വെക്കുക. എന്നിട്ട് ഒന്നുകൂടി മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്തത് നമ്മൾ മുട്ട കലക്കിയിട്ട്, മുട്ട നന്നായി, ഒരു മുട്ട മതി. ഞാനിപ്പോൾ 3 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. ഒരു മുട്ട കലക്കിയിട്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് മുക്കി വാട്ടിയെടുക്കണം. ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. അതായത് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട്, പാനിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട്, ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ പുരട്ടിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. ഞാൻ 3 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കലക്കിയത് മുക്കിയിട്ട് വാട്ടിയെടുക്കണം. ഞാൻ മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാവധാനം, സോഫ്റ്റാണ്, ചപ്പാത്തിയല്ല, നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് സോഫ്റ്റായിരിക്കും. സാവധാനം പതുക്കെ എടുത്തിട്ട് മുട്ടയിൽ മുക്കി ഫ്രൈങ് പാനിലേക്ക് വെച്ച് വാട്ടിയെടുക്കണം. മുട്ടയിൽ മുക്കി വാട്ടിയെടുക്കുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരിക്കും.
ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് വാട്ടിയെടുക്കണം. കുറച്ച് ഓയിൽ മാത്രം ചേർത്തിയാൽ മതി, ഒരുപാടൊന്നും വേണ്ട. പാനിൽ കുറച്ച് ഓയിൽ പുരട്ടി ഒരു 1-2 ടേബിൾ സ്പൂൺ, എന്നിട്ട് ഇത് ചേർത്തിട്ട് വാട്ടിയെടുക്കാം. നല്ല മൊരിഞ്ഞ് കിട്ടണം. ചെറിയ തീയിൽ വേണം ചെയ്യാൻ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ചെമ്മീൻ പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇതുപോലെ ചെമ്മീൻ കൊണ്ടാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ കൊണ്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷേ നല്ലത് ചെമ്മീനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം അയച്ചു കൊടുക്കണം. ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. ഇനി ഒരുപാട് നല്ല നല്ല സ്നാക്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുമല്ലോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.